ഇത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ പാർട്ട് 2 കാണാം കേട്ടോ. മാക്സിമം ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി ഇസ് ഫൗണ്ട് ഇൻ ദ ഗ്രൂപ്പ് എ ഫംഗൈ, ബി ആനിമേലിയ, സി മൊണേറ, ഡി പ്ലാന്റിംഗ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മൊണേറയാണ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. മൊണേറൻസ് ആണ് ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നത്. അവർ ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക്, സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്, സിംബയോട്ടിക് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മാക്സിമം ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് പറയുന്നത്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി മൊണേറ. ഇൻ യൂബാക്ടീരിയ, a cellular component that resembles eukaryotic cells is A. Plasma membrane, B. Nucleus, C. Ribosomes, D. Cell wall. യൂബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. അതുകൊണ്ട് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇതൊന്നും പ്രോകാരിയോട്സിന് ഉണ്ടാവില്ല. റൈബോസോംസ് ഉണ്ടാവാം പ്രോകാരിയോട്സിന്, അതേപോലെ തന്നെ സെൽ വോളും ഉണ്ടാവാം. ഇനി പ്ലാസ്മ മെംബ്രെയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് ഫൗണ്ട് ഇൻ ബോത്ത് യൂകാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്. അപ്പോൾ യൂകാരിയോട്ടിക് സെൽസിനെ പോലെ യൂബാക്ടീരിയ ഒരു പ്രോകാരിയോട്ട് ആണെങ്കിലും അതിന് പ്രസൻ്റ് ആയിട്ടുള്ള സെല്ലുലർ കമ്പോണൻ്റ് ആണ് ഓപ്ഷൻ എ പ്ലാസ്മ മെംബ്രെയിൻ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. Organisms called methanogens are more abundant in A. sulfur rock, B. cattle yard, C. polluted stream, D. hot spring. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മിഥാനോജൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഗട്ട് ഓഫ് റൂമിനൻറ്റ് ആനിമൽസ്. അതേപോലെ റൂമിനൻറ്റ് ആനിമൽസിൻ്റെ ഡങ്കിലും മിഥാനോജൻസ് പ്രസൻ്റ് ആണ്. അപ്പോൾ അവരെവിടെയായിരിക്കും കാണുന്നത്? ഓപ്ഷൻ ബി കാറ്റൽ യാർഡ്. Membrane-bound organelles are absent in A. Saccharomyces, B. Streptococcus, C. Chlamydomonas, D. Plasmodium. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ് ആണ്. കാരണം മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സ്. ഇതിൽ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയമാണ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ കിങ്ഡം മൊണേറ. ഇനി മൊണേറൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ പ്രോകാരിയോട്സ് ആയതുകൊണ്ട് അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ് എക്സെട്ര ഇവരൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇനി സെക്കാരോമൈസിസ്, ക്ലമൈഡോമോണാസ് ആൻഡ് പ്ലാസ്മോഡിയം മൂന്നും യൂകാരിയോട്സ് ആണ്. അതുകൊണ്ട് അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനാണ് ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ്. Bacterial leaf blight of rice is caused by a species of A. Xanthomonas, B. Pseudomonas, C. Alternaria, D. Erwinia. ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ഓഫ് റൈസ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ഓഫ് സാന്തോമോണാസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ സാന്തോമോണാസ് ആണ്. ഇനി ഈ ഒരു ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ഓഫ് റൈസിനെ കുറിച്ച് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിൽ മെച്ചർ റൈസ് പ്ലാന്റിനെ ഈ ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യും. അങ്ങനെ ഇതിൽ വരുന്ന ലീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ മുറിവ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ടർ സോക്ഡ് സ്ട്രൈപ്സ് വരും ഇതിൻ്റെ ലീഫ് ബ്ലേഡ്സിൽ, റൈസ് പ്ലാന്റിൻ്റെ ലീഫ് ബ്ലേഡ്സിൽ. എന്നിട്ട് ഈ ഒരു സ്ട്രൈപ്സ് ഇവൻച്വലി എന്ത് ചെയ്യും? ലെങ്ത്തിലും വിഡ്ത്തിലും ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് അവസാനം അതെന്താവും? യെല്ലോ ടു ഗ്രേയിഷ് വൈറ്റ് കളറാവും. അങ്ങനെ ആ ലീഫ് ഫുള്ളായിട്ട് ഡ്രൈഡ് അപ്പ് ആയിട്ട് പോകും. അങ്ങനെയാണ് ഈ ഒരു ലീഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ Xanthomonas. In the light of recent classification of living organisms into 3 domains of life, bacteria, archaea and eukarya, which one of the following statements is true about archaea? A. Archaea resemble eukarya in all respects. B. Archaea have some novel features that are absent in other prokaryotes and eukaryotes. C. Archaea completely differ from both prokaryotes and eukaryotes. D. Archaea completely differ from prokaryotes. ഇനി ആർക്കിയ ബാക്ടീരിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിന് ചില സർട്ടൻ പ്രോപ്പർട്ടീസ് ഉണ്ട്.
ഇത് കോമൺ ടു ബാക്കിയുള്ള ഓർഗാനിസംസ് വിച്ച് ആർ പ്ലേസ്ഡ് ഇൻ ബാക്ടീരിയ ആൻഡ് യൂക്കാരിയ അല്ല. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ മിഥാനോജൻസ് ഉണ്ട്. അപ്പോൾ മിഥാനോജൻസ് എന്ത് ചെയ്യും? മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വേറൊരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയുള്ള DNA റിലീസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ പോസിറ്റീവ്ലി കോയിൽഡോ ആണ്. അതേപോലെ തന്നെ സെൽ വാൾ ഓഫ് ആർക്കിയ ബാക്ടീരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല. അതുകൊണ്ട് ഈ ആർക്കിയയ്ക്ക് ചില നോവൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഇല്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ആർക്കിയ ഹാവ് സം നോവൽ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ആബ്സെൻറ്റ് ഇൻ അതർ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. Some hyperthermophilic organisms that grow in highly acidic habitats belong to the two groups A. Eubacteria and Archaea, B. Cyanobacteria and diatoms, C. Protist and mosses, D. liverworts and yeast. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സെൽ മെംബ്രെയിനിലൊരു സ്പെസിഫിക് സ്ട്രക്ചർ ഉണ്ട്, റെസിസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിന് ഇത്രയും ഹൈലി അസിഡിക് ആൻഡ് ഹൈ ടെമ്പറേച്ചറുള്ള ഹാബിറ്റാറ്റ്സിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, യൂബാക്ടീരിയ ആൻഡ് ആർക്കിയ ആണ്. Thermococcus, Methanococcus and Methanobacterium exemplify A. Archaebacteria that contain protein homologous to eukaryotic core histones, B. Archaebacteria that lack any histones resembling those found in eukaryotes but whose DNA is negatively supercoiled, C. Bacteria whose DNA is relaxed or positively supercoiled but which have a cytoskeleton as well as mitochondria, D. Bacteria that contain a cytoskeleton and ribosomes. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ആർക്കിയ ബാക്ടീരിയ ദാറ്റ് കണ്ടെയ്ൻ പ്രോട്ടീൻ ഹോമോലോഗസ് ടു യൂകാരിയോട്ടിക് കോർ ഹിസ്റ്റോൺസ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തെർമോകോക്കസ്, മിഥാനോകോക്കസ്, മെത്തനോബാക്ടീരിയം ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണെന്നാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് മൂന്നും ആർക്കിയ ബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവർ പ്രൊസസ് ചെയ്യുന്ന കോർ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻസ് ഹോമോലോഗസ് ടു യൂകാരിയോട്സ് ആണ്, അല്ലാതെ യൂകാരിയോട്സിന് സിമിലാരിറ്റി ഇല്ലാത്ത സാധനങ്ങളല്ല. ഡെഫിനറ്റ്ലി അവരുടെ കോർ ഹിസ്റ്റോൺസ് യൂകാരിയോട്ടിൻ്റെ കോർ ഹിസ്റ്റോൺസിനോട് ഹോമോലോഗസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ. Which one of the following statements about mycoplasma is wrong? A. They are pleomorphic. B. They are sensitive to penicillin. C. They cause diseases in plants. D. They are also called PPLO. ഇതിൽ പ്ലിയോമോർഫിക് ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഏത് സൈസും ഷേപ്പും അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെക്കൻഡ് ഓപ്ഷൻ, ദേ ആർ സെൻസിറ്റീവ് ടു പെനിസിലിൻ. അപ്പോൾ ആദ്യം പെനിസിലിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയണം. ഈ പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഒരു ബാക്ടീരിയയുടെ സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വാൾ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും പെനിസിലിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം അല്ല മൈക്കോപ്ലാസ്മ. അതുകൊണ്ട് ഇവിടെ റോങ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്. ഇനി ദേ കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് കറക്റ്റാണ്. പിന്നെ ദേ ആർ ഓൾസോ കോൾഡ് ആസ് PPLO, അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ദേ ആർ സെൻസിറ്റീവ് ടു പെനിസിലിൻ. Which of the following organisms are known as chief producers in the oceans? A. Dinoflagellates, B. Diatoms, C. Euglenoids, D. Cyanobacteria. ഇതൊരു ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഡയാറ്റംസ് ആണ്. ഇനി ഡയാറ്റംസിനെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ സം ഓഷ്യൻസ് ആൻഡ് ഇൻ സം സീസൺ കാരണം ഇവർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ആൻഡ് ദ ഫുഡ് ചെയിൻ ഇൻ മറൈൻ എക്കോസിസ്റ്റം ഡിപ്പെൻഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് നമ്മൾ ഡയാറ്റംസിനെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ് എന്ന് പറയുന്നത്. Ciliates differ from all other protozoans in A. Using flagella for locomotion, B. Having a contractile vacuole for removing excess water, C. Having two types of nuclei, D. Using pseudopodia for capturing prey. അപ്പോൾ
സീലിയേറ്റ്സിനും ബാക്കിയുള്ള പ്രോട്ടോസോവൻസിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സീലിയേറ്റ്സിന് 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാരമീഷ്യത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ ആണ് മാക്രോ ന്യൂക്ലിയസും മൈക്രോ ന്യൂക്ലിയസും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹാവിങ് 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ ആണ്. സോ ഓപ്ഷൻ സി ഹാവിങ് 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ. Chrysophytes, euglenoids, dinoflagellates and slime molds are included in the kingdom A. Monera, B. Protista, C. Fungi, D. Animalia. അപ്പോൾ ഓൾ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൊട്ടിസ്റ്റയിലാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും പ്രൊട്ടിസ്റ്റ കിങ്ഡത്തിൽ തന്നെയാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി പ്രൊട്ടിസ്റ്റയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. In which group of organisms the cell walls form 2 thin overlapping shells which fit together? A. Euglenoids, B. Dinoflagellates, C. Slime molds, D. Chrysophytes. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ക്രൈസോഫൈറ്റ്സ് ആണ്. ഇനി ക്രൈസോഫൈറ്റ്സിൽ ഈ സെൽ വാൾസ് 2 thin overlapping ഷെൽസ് ആയിട്ട് ഹെൽഡ് ടുഗെദർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബോഡി ഓഫ് ഡയാറ്റംസ് എങ്ങനെ അപ്പിയർ ചെയ്യും? ഒരു സോപ്പ് ബോക്സ് പോലെ അപ്പിയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ക്രൈസോഫൈറ്റ്സ് ആണ്. ഇൻ ദ 5 kingdom classification, Chlamydomonas and Chlorella have been included in A. Protista, B. Algae, C. Plantae, D. Monera. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രൊട്ടിസ്റ്റയാണ്. ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തിയ സമയത്ത് ക്ലമൈഡോമൊണാസിനെയും ക്ലോറെല്ലയിനെയും നമ്മൾ പ്ലാന്റേ കിങ്ഡത്തിലാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ആൽഗയുടെ അടിയിലായിരുന്നു ക്ലമൈഡോമൊണാസും ക്ലോറെല്ലയും വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ പ്ലാന്റേ കിങ്ഡത്തിൽ ആഡ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും സെൽ വാൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് 5 kingdom ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ നമ്മളതിനെ കറക്റ്റായിട്ട് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ തന്നെ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രൊട്ടിസ്റ്റയാണ്. Which one of the following sets of items in the options 1 to 4 are correctly categorized with one exception in it? A. Items UAA, UAG, UGA. Category Stop codons. Exception UAG. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ UAAയും UAGയും UGAയും എല്ലാം സ്റ്റോപ്പ് കോഡോൺസ് ആണ്. UAGയും ഒരു സ്റ്റോപ്പ് കോഡോൺ ആണ്. അപ്പം നമുക്ക് എക്സെപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ റോങ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ ബി ഐറ്റംസ് കാങ്കരു, കോള, വോംബാറ്റ്. കാറ്റഗറി ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. എക്സെപ്ഷൻ വോംബാറ്റ്. ഇത് കാറ്റഗറി കറക്റ്റാണ്. ഇത് മൂന്നും ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ആണ്. വോംബാറ്റും ഒരു ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽ തന്നെയാണ്. അപ്പം നമുക്കിതൊരു എക്സെപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ സി ഐറ്റംസ് പ്ലാസ്മോഡിയം, കസ്ക്യൂട്ട, ട്രിപ്പനോസോമ. കാറ്റഗറി പ്രോട്ടോസോവൻ പാരസൈറ്റ്സ്. എക്സെപ്ഷൻ കസ്ക്യൂട്ട. ഇതിൽ പ്രോട്ടോസോവൻ പാരസൈറ്റ്സ് ആയിട്ടുള്ളത് പ്ലാസ്മോഡിയവും ട്രിപ്പനോസോമയാണ്. കസ്ക്യൂട്ട ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കറക്റ്റാണ്, എക്സെപ്ഷൻ ആണ്. അവർ പ്രോട്ടോസോവൻ പാരസൈറ്റ്സ് അല്ല. ഈ കസ്ക്യൂട്ട എന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് തന്നെയാണ്, പക്ഷെ അത് പ്രോട്ടോസോവൻ അല്ല. പകരം അതൊരു പാരസൈറ്റിക് വൈനാണ്. അത് പ്ലാന്റ്സിൻ്റെ അറൗണ്ട് റാപ്പ് ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യും. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ ഡിയും കൂടി നോക്കാം. ഓപ്ഷൻ ഡി ഐറ്റംസ് ടൈഫോയിഡ്, ന്യൂമോണിയ, ഡിഫ്തീരിയ. കാറ്റഗറി ബാക്ടീരിയൽ ഡിസീസസ്. എക്സെപ്ഷൻ ഡിഫ്തീരിയ. ഡിഫ്തീരിയ എക്സെപ്ഷൻ അല്ല, കാരണം ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും ബാക്ടീരിയൽ ഡിസീസസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സി ആണ്. Which one of the following organisms is not an example of eukaryotic cells? A. Paramecium chordatum, B. Escherichia coli, C. Euglena viridis, D. Amoeba proteus. ഇതിൽ പാരമീഷ്യം, യൂഗ്ലീന, അമീബ ഇതെല്ലാം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. പക്ഷേ എഷറീഷ്യ കോളൈ അല്ലെങ്കിൽ ഈക്കോളൈ എന്ന് പറയുന്നത് ഒരു പ്രോക്യാരിയോട്ടാണ്, കാരണം അതൊരു ബാക്ടീരിയ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, എഷറീഷ്യ കോളൈ.
Single-celled eukaryotes are included in A. Protista, B. Fungi, C. Archaea, D. Monera. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രൊട്ടിസ്റ്റയാണ്. Which one of the following is a slime mold? A. Physarum, B. Theobacillus, C. Anabaena, D. Rhizopus. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഫൈസേറം ആണ്. ഇനി ഇതിനെക്കുറിച്ച് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. ഫൈസേറം പോളിസെഫാലം എന്ന് പറയുന്നത് ഫൈലം അമീബിസോയിൽ വരുന്ന ഒരു ഓർഗാനിസമാണ്. ഇനി ഫൈസേറം പോളിസെഫാലം ഓഫൺ റെഫേർഡ് ടു ആസ് മെനി ഹെഡഡ് സ്ലൈം. കാരണം അതൊരു സ്ലൈം മോൾഡാണ്. അത് ഇൻഹാബിറ്റ് ചെയ്യുന്നത് ഷേഡി കൂൾ മോയിസ്റ്റ് ഏരിയാസ് സച്ച് ആസ് ഡീക്കേയിങ് ലീവ്സ് ആൻഡ് ലോക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഓപ്ഷൻ എ ഫൈസേറം. The thalloid body of a slime mold Myxomycetes is known as A. Plasmodium, B. Fruiting body, C. Mycelium, D. Protonema. ഈ സ്ലൈം മോൾഡിൻ്റെ താലോയിഡ് ബോഡി മെയ്ഡപ്പ് ഓഫ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെല്ലാണ്. ഈ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെല്ലായിട്ട് അപ്പിയർ ചെയ്യാൻ കാരണം ഇതിൻ്റെ ഇടയിൽ സെപ്റ്റ ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് സിംഗിൾ സെൽഡ് മാസ് ആയിട്ട് അപ്പിയർ ചെയ്യും. ആ ഒരു മാസിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്ലാസ്മോഡിയം ആണ്. Identify the asexual reproductive structure associated with penicillium. A. Conidia, B. gemmules, C. buds, D. zoospores. ഇതിൽ കൊണീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സാണ് എസെക്ഷൽ സ്പോർസ് ആയിട്ട് ആസ്കോമൈസിറ്റിസിൽ എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഇവർ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മൈസീലിയത്തിലാണ്. അതിൻ്റെ പേരാണ് കൊണീഡിയോഫോഴ്സ്. അപ്പോൾ പെനിസീലിയത്തിൽ വരുന്ന അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ പേരാണ് കൊണീഡിയ. അപ്പോൾ ഓപ്ഷൻ എ കൊണീഡിയ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ.